ബാല്യകാല സഖിയിലേക്ക് സ്വാഗതം. സുഹറ വന്നു. മജീദ് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് പ്രേമ പാരവശ്യത്തോടെ അവൾ ഓടിക്കിതച്ചു വന്നു. പക്ഷേ മജീദിനെ കാണുവാൻ മനസ്സുണ്ടായില്ല. വല്ലാതെ പതറിപ്പോയിരുന്നു. മജീദിന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ആകെ തളർന്നു പോയിരുന്നു. എവിടെ എന്നുള്ള സുഹറായുടെ ചോദ്യവും തോട്ടത്തിൽ എന്നുള്ള ഉമ്മായുടെ മറുപടിയും മജീദ് കേട്ടു. ഹൃദയം ദ്രുതഗതിയിൽ തുടിച്ചുകൊണ്ടിരുന്നു. അനക്കമില്ലാതെ മജീദ് ആ പഴയ കസേരയിൽ കിടന്നു. അന്തിവെയിലിൽ തോട്ടം മുങ്ങി നിൽക്കുകയായിരുന്നു. പൂക്കളിലേക്കും വണ്ടുകൾ പാറിപ്പറന്നുകൊണ്ടിരുന്നു. സുഗന്ധവാഹിയായ ഇളങ്കാറ്റ് ഇലകളെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. മജീദ് മഞ്ഞവേലിൽ മുങ്ങിയ പ്രതിമ പോലെ ചാരി കസേരയിൽ കിടക്കുകയായിരുന്നു. സുഹറയുടെ കാലൊച്ച അടുത്തു വന്നു. വളരെ കാലത്തിന് ശേഷം സുഹറയും മജീദും അടുത്ത് കാണാൻ പോകുന്ന രംഗമാണ്. ഓ, പുതിയ തോട്ടം! സുഹറായുടെ ദുഃഖകരമായ ശബ്ദം പിന്നിൽ. മജീദിന്റെ ഹൃദയം വേദനിച്ചു. വെറും വേദനയല്ല, ഉറഞ്ഞ ഇല്ലിമുള്ളുകൾ തറഞ്ഞ് ഒടിഞ്ഞിരിക്കുന്നത് പോലെ ഹൃദയം പിന്നി വേദനിച്ചു കൊണ്ടിരുന്നു. പൊട്ടിക്കരയാൻ പോകുന്ന വിധത്തിൽ ഖിന്നയായി സുഹറ പതുക്കെ ചോദിച്ചു, എന്നെ അറിയുമോ? നിശബ്ദ പ്രപഞ്ചം. ഒന്നും പറയാൻ കഴിയുന്നില്ല. ഓർമ്മകൾ. മജീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വീണ്ടും ചോദിച്ചു, എന്നോട് പിണക്കമായിരിക്കും? മജീദ് പതുക്കെ തിരിഞ്ഞു നോക്കി. ഹൃദയം പൊള്ളിപ്പോയി. തിരിഞ്ഞു നോക്കിയ മജീദിനെ കാണാൻ കഴിഞ്ഞത് തൻ്റെ ബാല്യകാല സഖിയായ സുഹറയുടെ മെലിഞ്ഞ് ക്ഷീണിച്ച് ആരോഗ്യമില്ലാത്ത ശരീരമായിരുന്നു. ആകെ വിളർത്ത് മെലിഞ്ഞ ആ രൂപത്തെ വളരെ പൊള്ളുന്ന ഹൃദയത്തോടു കൂടി തന്നെ മജീദ് കാണുകയാണ്. അന്യോന്യം അവർ നോക്കി. വളരെ വളരെ സമയത്തേക്ക് ഒന്നും ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല. ക്രമേണ സൂര്യൻ മറഞ്ഞു. വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇരുളെങ്ങും വ്യാപിച്ചു. ഒന്നും അവർ പറഞ്ഞില്ല. ഗ്രാമത്തെ ആലിംഗനം ചെയ്യുന്ന നദിയുടെ ഇരു പിരിവുകളെയും ധവളിമയിൽ മുക്കിക്കൊണ്ട് പൂർണ്ണചന്ദ്രൻ കുന്നിൻ്റെ ഉച്ചിയിൽ നിന്നും എത്തിനോക്കി. ഗ്രാമീണ നിശബ്ദതയെ ഭേദിച്ച് ഒരു പ്രേമഗാനം ദൂരത്തെ എവിടെയോ നിന്നും ഉയർന്നു. ഏതോ കാമുകൻ ഏതോ പ്രേമഭാജനത്തെ വിചാരിച്ച് ശോകമധുരിമയോടെ പാടി, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ. അങ്ങനെ വീണ്ടും വീണ്ടും ആ അജ്ഞാത ഗായകൻ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഒരു പക്ഷേ ഇവരുടെ മനസ്സിൽ നിന്നും ഉതിർന്നു വന്ന ഹൃദയത്തിൻ്റെ ഭാഷയായിരിക്കാം ആ പ്രേമഗാനം എന്ന് വായനക്കാരായി നമുക്ക് അനുമാനിക്കാം. അങ്ങനെ വീണ്ടും വീണ്ടും ആ അജ്ഞാത ഗായകൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് മന്ത്രിച്ചു. സുഹറ! ഭൂതകാലത്തിൻ്റെ ഹൃദയത്തിൽ നിന്നോണം അവൾ വിളി കേട്ടു. ഓ! മജീദ് ചോദിച്ചു, എന്തായിരുന്നു സുഖക്കേട്? അവൾ പറഞ്ഞു, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇത്രയ്ക്ക് ക്ഷീണിച്ചത്? സുഹറ അതിന് ഉത്തരം പറഞ്ഞില്ല. സുദീർഘമായ നെടുവീർപ്പോടെ അവൾ പറഞ്ഞു, ഞാൻ മിനിയാന്ന് അറിഞ്ഞത് വന്ന വിവരം. തെല്ലു പരിഭവത്തോടെ മജീദ് ചോദിച്ചു, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചുവോ എന്ന് മജീദ് സുഹറയോട് ചോദിക്കുകയാണ്. അപ്പോൾ സുഹറ പറയണ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തിരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് കാത്തിരിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സ് നിറയെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഒരു വിവാഹത്തിനായിട്ട് എന്നുള്ള വിവരം സുഹറ മജീദിനോട് പറയണേ. പൊന്നും സ്ത്രീധനവും വാങ്ങാതെ സുഹറയെ വിവാഹം ചെയ്യാൻ വേറൊരാളും തയ്യാറാവില്ല എന്നാണോ സുഹറ വിചാരിച്ചത് എന്ന് മജീദ് തിരിച്ചു ചോദിക്കുന്നു. സുഹറയെ ഞാൻ മറന്നു കളഞ്ഞു പോയി എന്നാണോ സുഹറ വിചാരിച്ചത് എന്ന് മജീദ് ചോദിക്കുന്നു. പക്ഷേ തൻ്റെ സഹതാപാവസ്ഥ, തൻ്റെ നിസ്സഹായ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് സുഹറ മജീദിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കശാപ്പുകാരനായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും അവിടെ അദ്ദേഹത്തിന് ആദ്യത്തെ ഭാര്യയും കുട്ടികളുണ്ട്. ആ കുട്ടികളെയും അവിടെ വെച്ച് ഇവളെ തൊണ്ടുതല്ലാൻ ജോലിക്ക് പറഞ്ഞയച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അയാൾ ഉപജീവനത്തിനായിട്ട് അയാളത് തിരഞ്ഞെടുക്കുകയാണ്. ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടുവേലക്കാരിയായിട്ടാണ് സുഹറ അവിടെ കഴിയുന്നത് എന്നുള്ള വിവരം സുഹറ മജീദിനെ അറിയിക്കുന്നു. ഓരോ ദിവസവും മജീദിനെ ആലോചിക്കാത്ത ഒരു രാത്രികളും സുഹറയുടെ മുന്നിലൂടെ കടന്നു പോകുന്നതുമില്ല. പക്ഷെ ഒന്ന് കണ്ടിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു താനും.
അവൾ കസേരയുടെ മുമ്പിൽ മജീദിൻ്റെ പാദങ്ങൾക്കടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ സമയത്തേക്ക് രണ്ടുപേരും ഒന്നും പറയാതെ നിലാവിൽ മുങ്ങിയ ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് പറഞ്ഞു, സുഹറ, പോയി ഊണ് കഴിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങും, നാളെ കാണാം. എനിക്ക് തീരെ ആവതില്ല. സുഹറ എണീറ്റു. അത്രയ്ക്ക് ക്ഷീണമോ? മജീദും എണീറ്റു. സുഹറ പറഞ്ഞു, മനസ്സിൻ്റെ വിഷമം. മനസ്സ് വിഷമിക്കേണ്ട, പോയി സുഖമായി ഉറങ്ങൂ. ഞാൻ കാലത്തെ വരും. സുഹറ നടന്നു. മജീദ് പറഞ്ഞു. ആ. നിലാവെളിച്ചത്തിൽ മുങ്ങിയ തെങ്ങുകളുടെ ഇടയിലൂടെ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് മജീദ് വീണ്ടും ചാരുകസേരയിലിരുന്നു. സമയം പോയതറിഞ്ഞില്ല. കയ്യിൽ മണ്ണെണ്ണ വിളക്കുമായി ഉമ്മ വന്നു. മജീദ് മയങ്ങിക്കിടക്കുന്നത് കണ്ട് ആ വാത്സല്യ മാതാവ് ചോദിച്ചു, നീ എന്താ മോനെ ഇങ്ങനെ തരിച്ചിരിക്കണത്? ഓ, ഒന്നുമില്ല മോനെ. ആ സുഹറയുടെ കോലം കണ്ടോ? കിളി പോലെ ഇരുന്ന പെണ്ണ. എല്ലാം റബ്ബിന് വേണ്ടിയ അവളെ അങ്ങനെ ആക്കി തീർത്തതാര്? മജീദിന് കോപവും വ്യസനവും വന്നു. മോനെ, വന്ന് വല്ലതും കഴിച്ചു കെടാ. നീ ഒന്നും വിചാരിച്ച് സങ്കടപ്പെടേണ്ട. എല്ലാം പടച്ചോൻ നേരെയാക്കും. മജീദ് പലവിധ മാനസിക പ്രയാസങ്ങൾ കൊണ്ട് തന്നെ ആ രാത്രി ഉറങ്ങിയില്ല. സുഹറയും അന്ന് രാത്രി ഉറങ്ങിയില്ല. പറമ്പുകളും തോടുകളും അവരുടെ ഇടയിലുണ്ട്, രണ്ട് ഭിത്തികളും അവരുടെ ഇടയിലുണ്ട്. എങ്കിലും അവർ ഉറങ്ങിയില്ല. ഭാവിയെ പറ്റിയ ചിന്തയായിരുന്നു. ഭാവിയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അവർ രണ്ടുപേരും അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. പക്ഷെ മജീദിൻ്റെ സാമീപ്യത്തിൽ സുഹറ വളരെയധികം പ്രസന്നവതിയാവുകയും ഉന്മേഷവതിയാവുകയും ചെയ്യുകയാണ്. അതായത് തിരിച്ചു കളഞ്ഞുപോയ പ്രണയം തനിക്ക് തിരിച്ചു കിട്ടിയതായിട്ടുള്ള ഉള്ളറിവായിരിക്കണം സുഹറയെ അങ്ങനെയൊരു പെണ്ണാക്കി മാറ്റിയത്. പക്ഷേ ചെമ്പരത്തി ചെടിയെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ സഹോദരിമാർ പറയുന്നുണ്ട്, ഈ ചെടികളൊക്കെ ഞങ്ങളാണ് വളർത്തിയതെന്ന്. പക്ഷേ അതിനൊന്നും ഒരു തർക്കത്തിനും സുഹറ അവരോട് പോകുന്നില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ വിവരിച്ചിരിക്കുന്നത് വളരെയധികം വായനക്കാരൻ്റെ മനസ്സിൻ്റെ അതായത് സെൻറ്റിമെൻറ്റ്സ് കോർണറിന് ടച്ച് ചെയ്ത് പോകുക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അനുഭവമാണ് ഈ ചെമ്പരത്തി ചെടിയെക്കുറിച്ചിട്ടും ആ ഗാർഡനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. അവൾക്ക് മനസ്സിലായി. നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് മജീദ്. അപ്പോൾ സുഹറ പറയും, എവിടെ? ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. ഓ. അവളുടെ മുഖം ചെറുതായി. അധികം എന്നെയല്ല വിവാഹം ചെയ്തത്. പിന്നെ? അവൾ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണപ്പണ്ടങ്ങളെയും എനിക്കുള്ള ഓഹരിയെയും. അതിൽ സ്വർണ്ണ ഉരുപ്പിടികളൊക്കെ അധികം വിറ്റ് തിന്നു. ഇനിയുള്ളത് ഓഹരിയാണ്. അത് കിട്ടാൻ വഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ നല്ല പോലെ അറിയാം എന്ന് പറയാണ്. അതായത് സുഹറയുടെ മനസ്സിൽ ഒരു പ്രണയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒരു ചെറു കണിക പോലും ഉയർത്താൻ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വരികളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മജീദിനെ വിട്ടു പോകാൻ സുഹറ തയ്യാറായിരുന്നില്ല. പലതും മജീദിൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഉത്കണ്ഠാകുലയായിട്ട് തന്നെ സുഹറ മജീദിനോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. അവളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണം എന്നോണം പല ചോദ്യങ്ങളും മജീദിനോട് സുഹറ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവനും കാണികളാണ് അയൽപ്പക്കത്തുള്ള ആൾക്കാർ മുഴുവനും. അവർ മുഴുവനും ഒരു പ്രത്യേക സംശയഭാവത്തിൽ ചോദിക്കാൻ തുടങ്ങി, ഈ പെണ്ണെന്താ കെട്ടിയോൻ്റെ വീട്ടിൽ പോകാത്തത്? എന്നാലും ഇതൊക്കെ പടച്ചോന് നിരക്കുമോ? അയൽപ്പക്കക്കാരുടെ കണ്ണിലും സമൂഹത്തിൻ്റെ കണ്ണിലും മജീദും സുഹറായും ഇപ്പോഴും കാണുന്നതും സംസാരിക്കുന്നതും ഒരു തെറ്റായ രീതിയാണ് എന്നുള്ള രീതിയിലാണ് ചുറ്റുമുള്ള സാമൂഹ്യ വ്യവസ്ഥിതി അവരെ കാണുന്നത്. അവരുടെ ഉള്ളിലുള്ള പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തി മനസ്സിലാക്കാനുള്ള കഴിവ് ആ സമൂഹത്തിനല്ല ഇന്നത്തെ സമൂഹത്തിനും കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. മജീദും സുഹറായും തമ്മിൽ സംസാരിക്കുന്നത് സദാചാര വിരുദ്ധം. ആകാശം ഇടിഞ്ഞു വീണു പോവുകയില്ലേ? അവിടെ കെട്ടിയവനൊന്ന് തൊഴിച്ചെങ്കിൽ എന്താ? ഒരിക്കൽ തല്ലിയപ്പോൾ പല്ല് പോയായിരിക്കും, എന്നാലും കെട്ടിയോനല്ലേ? അതിലും ന്യായം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ കാലഘട്ടത്തിലും. ബഷീർ ആ കഥ എഴുതുന്ന സമയത്ത് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ ഇത്രയും നീചമാണെങ്കിൽ അന്ന് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അദ്ദേഹം എഴുതുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും അവലോകനങ്ങളും. ഇവർ തമ്മിലുള്ള പ്രണയം ഒരു സദാചാര വിരുദ്ധമായിട്ടാണ് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നത്. സുഹറ മജീദ് ഒരു ദിവസം പറഞ്ഞു, നമ്മെപ്പറ്റി അയൽപ്പക്കക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ചോദിച്ചു, അതിന്? ഒന്നുമില്ല, സുഹറ സൂക്ഷിക്കണം, പേരിൽ കളങ്കം വരരുത് എന്ന് മജീദ് സുഹറയെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ സുഹറ തിരിച്ചു പറയുന്നത്,
ഒരു മിടുക്കിയും ധൈര്യവുമുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു മറുപടിയാണ് സുഹറ തിരിച്ചു പറയുന്നത്. അതായത് ഈ ആത്മാവിന് കളങ്കം തട്ടിയാലും എനിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് സുഹറ അവിടെ വിവരിക്കുന്നത്. അതായത് നിഷ്കളങ്കമായ സ്നേഹത്തിനും ആത്മാർത്ഥമായ പ്രണയത്തിൻ്റെയും ഇടയിൽ കളങ്കം, പേരിൻ്റെ കളങ്കം എന്തിരിക്കുന്നു എന്നായിരിക്കും സുഹറ ആ സമയത്ത് ചിന്തിച്ചിരിക്കുക. അതിനിടയിലാണ് മജീദിൻ്റെ സഹോദരിമാരെ കല്യാണം കഴിച്ചു കൊടുത്താൽ മാത്രമേ മജീദിന് സുഹറയെ സ്വന്തമാക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ മജീദ് സുഹറയോട് കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നീ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണ്ട, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു ഉറപ്പ് മജീദ് സുഹറയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ മജീദിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. വൃദ്ധരായ മാതാപിതാക്കളുടെ പരിപാലനം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കഴിവില്ലായ്മ തീർക്കൽ, സഹോദരിമാരുടെ കല്യാണം, അതിനൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വേണ്ടിവരുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. അങ്ങനെ ദൂരെയുള്ള അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉമ്മ ഒരു അറിവ് പറഞ്ഞു കൊടുക്കണം. പട്ടണത്തിലൊക്കെ ഒരുപാട് സമ്പന്നരായ മുസ്ലിം കുടുംബങ്ങളുണ്ട്. അവരുടെ ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, അവരുടെ സമുദായത്തിലുള്ള ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവർ ഉദാരമായി സംഭാവന ചെയ്യും. അപ്പോൾ സഹോദരിമാരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു വഴിയുണ്ട് എന്നുകൂടി ഉമ്മ മജീദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആരെയും ആശ്രയിക്കാതെ പണം സമ്പാദിക്കാൻ എന്തു വഴി? മജീദിൻ്റെ ഉത്കർഷ്ടേച്ഛയുള്ള സ്വഭാവം ചിന്തിപ്പിക്കുന്നത്, ആരെയും ആശ്രയിക്കാതെ പണം സമ്പാദിക്കാൻ എന്തു വഴി? മജീദ് തല പുകഞ്ഞ് ആലോചിച്ചു. എന്തു തൊഴിൽ ചെയ്യലും? കിട്ടിയിടത്തോളം വിദ്യാഭ്യാസവും ലോകപരിചയവും കൊണ്ട് ആശങ്കയോടെ മജീദ് യാത്രയ്ക്കൊരുങ്ങി. ഉണ്ടായിരുന്ന ഉണ്ടപ്പണ്ടികൾ വിറ്റ് പാപ്പ കാശ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ പോയിട്ട് വേഗം വരാം. മജീദ് സുഹറയുടെ വിവരമെല്ലാം പറഞ്ഞു. ഞാൻ എല്ലാവരെയും സുഹറയെ ഭാരമേൽപ്പിക്കുന്നു. അങ്ങനെ തൻ്റെ പ്രേമഭാജനമായ സുഹറയിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് സ്വയം ഒന്ന് മുന്നേറാനും സാമ്പത്തികമായി ഒരു ഉന്നമനം ഉണ്ടാവാനും വേണ്ടി മജീദ് വീണ്ടും വീട് വിട്ടു പോവുകയാണ്. ഒരു സായാഹ്നത്തിൽ പടിഞ്ഞാറേ ചക്രവാള പരിധിയിൽ തങ്കമേഘങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. മജീദിൻ്റെ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് ഒരു പയ്യൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. മജീദ് എല്ലാവരോടും യാത്ര പറഞ്ഞു. ബാപ്പ പറയാണ്, എൻ്റെ കണ്ണിന് കാണാൻ പറ്റില്ല, വെള്ളമെഴുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് വരുമ്പോൾ നീ ഒരു കണ്ണാടിയും കൂടി മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയുകയാണ്. ഒരു പുത്രൻ്റെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു പിതാവ് എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടാതെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു മകൻ്റെ ദുഃഖം അത് വളരെ വലുതാണ്. കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മജീദ് മുറിയിലേക്ക് ചെന്നു. നിറഞ്ഞ നയനങ്ങളോടെ സുഹറ ജനാലയുടെ അടുത്ത് ഉത്കണ്ഠയോടെ നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് പറയട്ടെ, അവൾ പറഞ്ഞു. മജീദ് മന്ദഹസിച്ചു. പറയൂ രാജകുമാരി, പറയൂ. പിന്നെ അവൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ബസ്സിൻ്റെ ഹോൺ തുരുതുര കേട്ടു. ഉമ്മ മുറിവാതിൽക്കൽ വന്നു. മോനെ, വേഗം ചെല്ല്, വണ്ടി പോകും. മജീദ് ഇറങ്ങാൻ ഭാവിച്ചു. സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മജീദ് ചോദിച്ചു, ഞാൻ പോയി വരട്ടെ? അവൾ ശിരസ് കുനിച്ച് അനുമതി കൊടുത്തു. അജ്ഞാതമായ ഭാവിയിലേക്ക് മജീദ് ഇറങ്ങി. പടിക്കൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട സുഹറയുടെയും വീടിൻ്റെയും ചിത്രം ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നായിരുന്നു. ആഗ്രഹങ്ങൾ, കടമകൾ മജീദിനെ ധീരതയോടെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ഇത് കഴിക്കുകയാണ്. നാളെ ബാല്യകാല സഖിയുടെ അടുത്ത ഭാഗവുമായിട്ട് തീർച്ചയായിട്ടും വരും. എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.